നമുക്കൊപ്പം ലേബി സജിതനുണ്ട് ഒരു പ്രധാന വാർത്തയുമായി. നമ്മുടെ +2 പരീക്ഷക്കാരുണ്ടല്ലോ, കുറച്ച് ആശങ്കയിലാണ്. +2 മൂല്യനിർണ്ണയ വീഴ്ചയിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ കൗൺസിൽ ഓഫ് CBSE സ്കൂൾസ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും CBSE ബോർഡിനും ഇക്കാര്യം ആവശ്യപ്പെട്ട് നിവേദനം നൽകി. പുനർമൂല്യനിർണ്ണയം കുറ്റമറ്റതാക്കണമെന്നാണ് ആവശ്യം. ലേബി സജിതനുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട്, രക്ഷിതാക്കൾക്ക് പരാതിയുണ്ട്. മൊത്തത്തിൽ അടിമുടി CBSE പരീക്ഷ ചളകൊളമായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിൽ ഈ ഓൺ സ്ക്രീൻ മാർക്കിങ് കൃത്യമായിട്ട് സ്കാൻ ചെയ്തല്ല നടത്തിയിരിക്കുന്നത്. ഉത്തരം ഏതെന്ന് മനസ്സിലാവാതെ നിങ്ങൾ എങ്ങനെയാണ് മാർക്കിടുക? ഇതാണ് പ്രശ്നം. ലേബി സജീന്ദ്രനുണ്ട്. ലേബി സജീന്ദ്രൻ, 95%, 96% ഒക്കെ മാർക്ക് വാങ്ങാൻ കഴിയുന്ന കുട്ടികൾക്ക് 80, 82% ഒക്കെ കിട്ടിയിട്ടുള്ളൂ. ഒന്നോ രണ്ടോ അല്ല, 10,000-കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇമെയിലിൽ പരാതി പ്രവാഹമാണ്. നാട്ടിലാണെങ്കിലും ഗൾഫിലെ വിദ്യാർത്ഥികളാണെങ്കിലും ശരി. ചുരുക്കത്തിൽ മൊത്തം പാളിപ്പോയ സംവിധാനമാണോ ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ്? CBSE ഇത് എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ പറ്റുക? ഇത് പൂർണ്ണമായും റദ്ദാക്കി മാനുവൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ കൊണ്ടുവന്നാലേ ഇത് നടക്കൂ. അതൊക്കെ ഇനി നടക്കാൻ സാധ്യതയുണ്ടോ? ലേബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തീർച്ചയായും ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സമ്പ്രദായം തീർച്ചയായും വിദ്യാർത്ഥികളെ മുഴുവൻ വലച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു കാര്യമായ തയ്യാറെടുപ്പില്ലാതെയാണ് പുതിയ സിസ്റ്റത്തിലേക്ക് CBSE മാറിയിരിക്കുന്നത് എന്നുള്ള പരാതിയാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉള്ളത്. കാരണം വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തേണ്ട ഒരു സമ്പ്രദായത്തെ പെട്ടെന്ന് 2 മാസം മാത്രം ഇതിന് സാവകാശം നൽകിക്കൊണ്ട് പെട്ടെന്ന് നൽകി എന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ CBSE സ്കൂൾ മാനേജ്മെന്റിന്റെ കൂട്ടായ്മകളെല്ലാം രംഗത്ത് വന്നിരിക്കുന്നത്. കൗൺസിൽ ഓഫ് CBSE സ്കൂൾസ് കേരള അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും CBSE ബോർഡിനുമെല്ലാം നിവേദനം നൽകിയിട്ടുണ്ട്. ഇതിൽ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഡോക്ടറും പറഞ്ഞതുപോലെ മൂല്യനിർണ്ണയം വീണ്ടും നടത്തുക എന്നുള്ളത് അപ്രായോഗികമാണ്. ഇന്ത്യയെമ്പാടും നടത്തിയ പരീക്ഷയാണ്, അത് മാറ്റി മാർക്കിടുക എന്നത് അപ്രായോഗികമാണ്. അപ്പോൾ ഇനിയുള്ള ഏക ആശ്വാസം വിദ്യാർത്ഥികൾക്ക് എന്ന് പറയുന്നത് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് അനുയോജ്യമായ അല്ലെങ്കിൽ അവർക്ക് ന്യായമായ ഒരു തീരുമാനം അക്കാര്യത്തിൽ നൽകുക എന്നുള്ളതാണ്. ഒരു നടപടി അക്കാര്യത്തിൽ വരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളാണ്. ഈ റീവാലുവേഷൻ ആദ്യം നടത്തേണ്ട പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പറിന്റെ കോപ്പി എടുപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പോലും വിദ്യാർത്ഥികൾക്ക് കഴിയുന്നില്ല. സൈറ്റിൽ ഇതിനുള്ള അപേക്ഷ നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. സൈറ്റ് ഹാങ് ആയി കിടക്കുന്നു. അതേ ചൊല്ലിയുള്ള പരാതികളൊക്കെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ നേരിട്ട് പ്രധാനമന്ത്രിക്കൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ CBSE അടിയന്തരമായി CBSE ബോർഡ് ഇടപെടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും പുനർമൂല്യനിർണ്ണയം ഇത്തരത്തിൽ ഡിജിറ്റൽ രീതിയിലാക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചത് ഡോക്ടർ അരുൺ, കുട്ടികളുടെ ആൻസർ ഷീറ്റുകളെല്ലാം PDF ആക്കി അയച്ചു നിൽക്കുന്നു. ഇവർ തീരെ ജാഗ്രത കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പല ആൻസർ ഷീറ്റും സ്കാൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള പരാതിയാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. അതുമാത്രമല്ല, ഇതിന്റെ ആൻസർ ഷീറ്റ് കിട്ടിയവർ, അതായത് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുമ്പോൾ അതിന്റെ ആദ്യപടിയായി ആൻസർ ഷീറ്റ് കിട്ടിയപ്പോഴാണ് ഈ കള്ളികളൊക്കെ വിളിച്ചതാകുന്നത്. പല ആൻസർ ഷീറ്റും സ്കാൻ ചെയ്യപ്പെട്ടിട്ടില്ല. വ്യക്തതയില്ലാത്ത ആൻസർ ഷീറ്റിന് അധ്യാപകർ നോക്കിയിട്ട് 0 മാർക്കിടുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോൾ മാത്രമാണ് ഇതിന്റെ ഗൗരവം CBSEക്ക് പോലും മനസ്സിലായത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം ഡോക്ടർ. ഓക്കെ, വളരെ ശരിയാണ്. എന്തായാലും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വല്ലാത്ത ആശങ്കയിലാണ്. CBSE ആണ്. ഇനിയിപ്പോൾ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന രക്ഷിതാക്കളുമുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു പണിയായിപ്പോയി. ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാൻ ഒരു സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചു. സ്വകാര്യ ഏജൻസി അവർക്ക് തോന്നുംപടി സ്കാൻ ചെയ്തു. ചുരുക്കത്തിൽ ഉത്തരങ്ങളൊന്നും സ്കാനിങ്ങിൽ കണ്ടില്ല. ഉത്തരം കാണാതെ എങ്ങനെ അധ്യാപകരെ മാർക്കിടുക? 95% പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒടുവിൽ കിട്ടിയത് 80%. ആർക്കാണെങ്കിലും കലിപ്പ് വരും, സ്വാഭാവികമാണ്.